പുനഃസംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തില് ഇവിടെ നമ്മളൊരു വാർഷിക സമ്മേളനം വിളിച്ചുകൊണ്ടിരിക്കുന്നത്. വേൾഡ് എന്ന് പറയുന്നത് അറിയാനും അറിയിക്കാനുമുള്ള അവകാശം. അറിയാനും അറിയിക്കാനും. ഇതിൽ അറിയേണ്ട കാര്യങ്ങൾ ആദ്യം അറിയുന്നതും അറിയിക്കേണ്ട കാര്യങ്ങൾ ആദ്യം അറിയിക്കുന്നതും അവനാണ് വേണ്ടതില്ല എന്നും ഉണ്ട്. ഓൺലൈൻ മാധ്യമങ്ങൾ ചെയ്യുമ്പോൾ നേരത്തെ 2 ഭാഗം മാത്രം നോക്കിയാൽ പോരാ, മൂന്നാമതൊരു ഭാഗമുണ്ട്. എപ്പോഴും ഓൺലൈൻ മാധ്യമം 2 ഭാഗം, പ്രതിയുടെയും ബാധിയുടെയും ഭാഗം. എന്തായാലും ഒരു വാർത്ത കൊടുത്ത ഒരുത്തൻ നമുക്കെതിരാണ്, തീർച്ചയായിട്ടും ഒരാളെതിരാവും, അല്ലാതെ വാർത്ത കൊടുക്കാൻ പറ്റില്ല. ഈ മൂന്നാമത്തെ ഭാഗം നമ്മളൊരു വീക്ഷണകോണിൽ കൂടെ, അതായത് ഒരു വ്യക്തമായി നമ്മളൊന്ന് നോക്കിയിരിക്കണം. അശോക് കുമാർ സാറിനെ തെരഞ്ഞെടുപ്പ് ചെയ്യുന്നത് പാനലാണ്. നമ്മുടെ പഴയ പ്രസിഡന്റ് തന്നെ പുതിയ പ്രസിഡന്റായിട്ട് സംസ്ഥാന കമ്മിറ്റി നോമിനേഷൻ ചെയ്യുകയാണ്. അടുത്തതായിട്ട് സെക്രട്ടറി ആയിട്ട് സുധീഷിനെ നോമിനേഷൻ ചെയ്യുകയാണ്. മൂന്നാമതായിട്ട് ട്രഷർ സ്ഥാനം മൊയ്തീൻ ആഞ്ചലിനെ ട്രഷർ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണ്. അടുത്ത ജോയിന്റ് സെക്രട്ടറി ആയിട്ട് റാണി ചന്ദ്രയെ ജോയിന്റ് സെക്രട്ടറി ആക്കിയാണ്, നിർദ്ദേശം ചെയ്യുകയാണ്. അഞ്ചാമത് ബിനീഷ് ജി ചങ്ങാതിക്കൂട്ട വൈസ് പ്രസിഡന്റായിട്ട് നോമിനേഷൻ ചെയ്യുകയാണ്. അടുത്തത് ബില്ലു കേരള ടുഡേ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ചെയ്യുകയാണ്. ബില്ലു. അടുത്തത് വിഷ്ണുദാസ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് എടുക്കുകയാണ്. ഷാജഹാൻ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് എടുക്കുകയാണ്. മഹേഷ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് എടുക്കുകയാണ്. ഇത്രയും 9 പേരുടെ നാമനിർദ്ദേശമാണ് ചെയ്യുന്നത്. സഹകരണത്തോടുകൂടി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണം. പോയി നമ്മൾ സംഘടിതരാകണം. സംഘടിച്ചില്ലെങ്കിൽ, സംഘടിത ശക്തി ബലപ്പെട്ടതല്ലെങ്കിൽ നമ്മൾ ദൗർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് പോകുമെന്ന് വിനീതമാണെന്ന് കൂടി പറഞ്ഞുകൊണ്ട് സത്യസന്ധമായ വാർത്തകൾ ജനങ്ങളിൽ എത്തിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. മേഡം, ഈ കാർഡ് എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ഒരു കാർഡല്ല. അത് നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. അത് വളരെ വിലപിടിപ്പുള്ള ഒരു കാർഡാണ്. അത് ധരിച്ചുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ അതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ. പങ്കെടുത്ത എല്ലാവർക്കും